ഹായ്, ഞാൻ മിനി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രേസ് വീഡിയോസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പോർക്ക് ഫ്രൈ ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. കഴുകി വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന പോർക്ക് 1 കിലോ ആണ് ഇത്. അതിനകത്ത് നമ്മൾ ഒരു കുക്കറിനകത്ത് എടുത്തിട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം വെക്കുക. മസാലകൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായം ഇത്രയും ചേർത്തിട്ട് കുക്കർ മൂടി നമ്മൾ ഫാസ്റ്റായിട്ട് വിസിലടുപ്പിക്കുകയാണെങ്കിൽ 10 വിസിൽ, ഇല്ല എങ്കിൽ തീ കുറച്ച് വെക്കണമെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് ഒരു 20 മിനിറ്റ്. വാങ്ങാറാകുമ്പം പെരിഞ്ചീരകവും കുരുമുളകും ചതച്ചിടണം. പിന്നെ മസാലകൾ വേണ്ടത് മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, ഗരം മസാല 1 സ്പൂണ്, പിന്നെ ചുമന്നുള്ളി ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇത് എണ്ണ ചൂടായതിന് ശേഷം, കടുക് പൊട്ടിയതിന് ശേഷം ഈ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുമന്നുള്ളി അല്ലെങ്കിൽ സവാള നിങ്ങൾക്ക് ചേർക്കാം. ഇത് എണ്ണയിൽ നന്നായിട്ട് വഴറ്റണം. ഈ ഉള്ളി, ഇഞ്ചി ഇതെല്ലാം നന്നായി വഴന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന മസാലയുണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി തോർത്തിയിട്ട് വെന്ത പോർക്ക് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി തോർത്തിയെടുക്കുക. വാങ്ങാറാകുന്നതാണ് നമുക്ക് 1 സ്പൂൺ വിനീഗർ ഇതിനകത്ത് ചേർക്കാം. നാരങ്ങാ നീര് വേണ്ടവർക്ക് അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തോർത്തിയെടുത്താൽ പോർക്ക് ഫ്രൈ റെഡിയായി. അപ്പോൾ പോർക്ക് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പോർക്ക് ഫ്രൈ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മൊരിച്ചാണ് എടുക്കേണ്ടത് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടെ നേരം കൂടെ തീയിൽ വെച്ചിരുന്നാൽ മതി. സാധാരണ നമ്മൾ പോർക്ക് വേവിക്കുമ്പോൾ ചിലർ ഈ വളർത്തു പോത്തുകളൊക്കെ ആകുന്നുണ്ടെങ്കിൽ അധികം വേവില്ല. പക്ഷേ എന്നാലും ഞാനിത് ഒരു കുക്കറിൽ ഒരു 10 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് വിസിലടിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ തീ കുറച്ചാണ് വെച്ച് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിലടിച്ചിട്ട് ഒരു 20 മിനിറ്റെങ്കിലും തീ കുറച്ച് വെച്ച് വേവിക്കണം. പോർക്ക് സാധാരണ ഒത്തിരി വേവില്ലെങ്കിൽ അത്രയും നേരമെങ്കിലും ഒന്ന് ഇരിക്കുന്നത് നല്ലതാണ്. പോർക്ക് പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ പോർക്കിന് നല്ലതായിട്ട് വേവുണ്ട് എന്ന്. അപ്പം ഇതിപ്പം ഞാൻ വേവിച്ച രീതി പറഞ്ഞു. അതിൻ്റെ മസാലകൾ ഫ്രൈ ആയതുകൊണ്ട് ഞാൻ കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഈ 1 കിലോ പോർക്കിന് ഞാനൊരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, അത് എരിയില്ലാത്ത മുളക് പൊടിയാണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കായം, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്ന മസാല. പിന്നെ വാങ്ങാറായപ്പോൾ നമ്മൾ പെരിഞ്ജീരകം ഒരു 1.5 ടേബിൾ സ്പൂണും ഒരു സ്പൂണ് കുരുമുളകും കൂടെ ചതച്ച് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. പച്ചയ്ക്കാണ് ചതച്ച് പൊടിച്ചിട്ടത്. നിങ്ങൾക്ക് വറുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി തോർത്തിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ചാറ് കൂടുതലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഈ മസാലയുടെ എല്ലാ അളവും ഇച്ചിരി കൂടെ കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ വിനാഗിരി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തേക്കുന്നുണ്ട് ലാസ്റ്റിൽ, ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടി. ചിലർ തക്കാളി ചേർക്കുന്നവരുണ്ട്, നാരങ്ങാനീര് ചേർക്കുന്നവരുണ്ട്. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തേക്കുന്നത്. അപ്പം ചാറാണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാ മസാലകൾ കൂട്ടി ചേർത്താൽ മതി. അപ്പോൾ ഫ്രൈ ആകുന്ന നമുക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കുറച്ച് മസാലകൾ ചേർത്തേക്കുന്നത്. അതുപോലെ ഒത്തിരി എണ്ണയൊന്നും നിങ്ങൾ ഇതിനകത്ത് ചേർക്കേണ്ട കാര്യമില്ല. കാരണം പോർക്കാകുമ്പോൾ ഓൾറെഡി അതിന് ഫാറ്റ് ഉണ്ട് കുറച്ച്. അപ്പോൾ അതിൽ നിന്ന് കുറേ എണ്ണ ഇറങ്ങുന്നതുകൊണ്ട് ഒത്തിരി എണ്ണയൊന്നും നിങ്ങൾ ചേർക്കണ്ട. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.